ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കോസ്റ്റ് ഷീറ്റാണ്. കോസ്റ്റ് ഷീറ്റിന് ഹെഡിങ് കൊടുക്കണം. പിന്നെ ഏത് പീരീഡിലത്തൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഡേറ്റ് എഴുതണം. ഫോർ ദ പീരീഡ് എൻഡിങ്. പർട്ടിക്കുലേഴ്സ് കോളം, 2 എമൗണ്ട് കോളം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. നമ്മൾ റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്, അതിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്യുക, ക്യാരേജ് ഇൻവേർഡ് ആഡ് ചെയ്യുക. പർച്ചേസിൽ എന്തെങ്കിലും എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യണം. ലെസ് റിട്ടേൺസ് ലെസ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ലെസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണെന്ന് കിട്ടും. പിന്നെ ഉള്ളത് ഡയറക്റ്റ് വേജസ് ഓർ ലേബർ, അത് ക്വസ്റ്റിനെ തന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇത്രയും കൂടെ ചേരുമ്പോൾ പ്രൈം കോസ്റ്റ് ആവും. പിന്നെ ആഡ് വർക്ക്സ് ഓർ ഫാക്ടറി ഓവർ ഹെഡ്സ്. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ്സ് ആഡ് ചെയ്യുക. സ്ക്രാപ്പ്, സെയിൽ ഓഫ് സ്ക്രാപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. പിന്നെ വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്യണം. അപ്പോൾ പ്രൈം കോസ്റ്റിലൂടെ പ്രധാനമായിട്ട് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആഡ് ഫാക്ടറി ഓവർ ഹെഡ്സ്. അത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യാനുള്ളത്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്യാനുള്ളത്. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇത്രയും കഴിയുമ്പോൾ നമുക്ക് വർക്ക്സ് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആവും. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് മാത്രം പോരാ, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ് ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യും കൂടെ വേണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കും കൂടെ വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ലാസ്റ്റാണ് നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുന്നത്. അത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെയിൽസ് അറിയാൻ പറ്റും. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, അതായത് നമുക്കിത് വേറൊരു രീതിയിൽ എഴുതി സെയിൽസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം സെയിൽസിൽ നിന്നാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് ഈ ഒരു കേസിൽ നമ്മൾ ഇങ്ങനെ പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. ഇത് മിക്സ് ചെയ്ത് വരച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടം വരെ ആയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഷീറ്റ് അവസാനിച്ചിട്ടുണ്ട്. ഇവിടം വരെ ആയപ്പോൾ കോസ്റ്റ് ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, സെയിൽസ് വരെ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. അതായത് വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ആഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെങ്കിലും നമുക്ക് എഴുതാം, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടുന്നത് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് ഈ ഐറ്റംസ് എല്ലാം കറക്റ്റായിട്ട് തന്നിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ അതുപോലെ കോസ്റ്റ് ഷീറ്റാക്കി എഴുതിയാൽ മതി. പിന്നെ കോസ്റ്റ് ഷീറ്റ് എഴുതുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അതാണ്ട് ഫാക്ടറി എക്സ്പെൻസ് 80% ഓഫ് ഡയറക്റ്റ് വേജസ് ഫ്രം ദ ഡേറ്റ ഗിവൺ ബിലോ കമ്പ്യൂട്ട് ഫാക്ടറി കോസ്റ്റ് ഫോർ ദ ഇയർ എൻഡഡ്. ഇവിടെ നമ്മൾ ഫാക്ടറി കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ വർക്ക്സ് ഓവർ ഹെഡ് അല്ലെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ഇത്രയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടുന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫാക്ടറി ഓവർ ഹെഡ്സ് അതായത് ഫാക്ടറി എക്സ്പെൻസ് എന്ന് പറയുന്നത് 80% ഓഫ് ഡയറക്റ്റ് വേജസ് ആണെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഡയറക്റ്റ് വേജസ് 20 lakh ആണ്. അപ്പോൾ 20 lakh ഇൻറ്റു 80/100, 20 lakhൻ്റെ 80% ആണ് നമുക്ക് വരുന്ന ഫാക്ടറി എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആദ്യമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഫാക്ടറി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഫാക്ടറി ഓവർ ഹെഡ്സിനെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും 20 lakhൻ്റെ 80% എന്ന് പറയുമ്പോൾ 4 lakh ആണ്. ആ 4 lakh ആണ് നമ്മുടെ ഫാക്ടറി എക്സ്പെൻസസ് അല്ലെ ഫാക്ടറി ഓവർ ഹെഡ്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് ക്വസ്റ്റ്യനിലുണ്ട്, ഡയറക്റ്റ് വേജസ് ക്വസ്റ്റ്യനിലുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് എടുത്തെഴുതി. ഇത് മൂന്നൂടെ ആഡ് ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിലൂടെ ഫാക്ടറി എക്സ്പെൻസസ് അതാണ് നമ്മൾ പറഞ്ഞത് 80% ഓഫ് ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസിൻ്റെ 80%. ഡയറക്റ്റ് വേജസ് 20 lakh ആണ്. 20 lakhൻ്റെ 80%. 20 lakhൻ്റെ 80% 4 lakh അല്ല വരുന്നത്, 16 lakh. 16 lakh ആണ്. അപ്പോൾ 16 lakh ആണ് ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. 16 lakh നമുക്കിവിടെ തന്നെ എഴുതാം. പ്രൈം കോസ്റ്റ് ഫാക്ടറി എക്സ്പെൻസ് എന്ന് പറയുന്നത് 20 lakh ഇൻറ്റു 20% 16 lakh. അതാണ് ഫാക്ടറി ഓവർ ഹെഡ് അല്ലെ ഫാക്ടറി എക്സ്പെൻസ്. പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്യുക. ഈ ഇടയ്ക്ക് ഇങ്ങനെ എഴുതണം എന്നൊന്നും നിർബന്ധമില്ല. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് അല്ലെ വർക്ക്സ് കോസ്റ്റ് കിട്ടും.
ഇവിടെ ഈ ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? വർക്ക് ഇൻ പ്രോഗ്രസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫാക്ടറി കോസ്റ്റാണ് ഗ്രോസ് ഫാക്ടറി കോസ്റ്റ്. അതായത് പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി എക്സ്പെൻസ് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് ഫാക്ടറി കോസ്റ്റ്. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് റോ മെറ്റീരിയലിൻ്റെയും വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെയും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ പ്രൈം കോസ്റ്റ് കാണുമ്പോൾ എടുക്കുന്നതാണ്. വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പ്രൈം കോസ്റ്റിൽ നിന്ന് ഫാക്ടറി കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഇനി ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്താറാവുമ്പോഴേ അത് എടുക്കത്തുള്ളൂ. അപ്പം നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, നമുക്കിവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെയാണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ്, അതിനോടൊപ്പമാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇടയ്ക്ക് എഴുതണമെന്ന് നിർബന്ധമില്ല. കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ ഡയറക്റ്റ് ആയിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രൈം കോസ്റ്റിനകത്താണ് നമ്മളുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഫാക്ടറി കോസ്റ്റ് കാണുന്ന സമയത്താണ് നമുക്ക് ഗ്രോസ് വർക്ക്സ് കോസ്റ്റിൻ്റെ കൂടെ, അതായത് ഗ്രോസ് വർക്ക്സ് കോസ്റ്റ് നമ്മൾ എഴുതിയില്ലെങ്കിൽ പ്രൈം കോസ്റ്റിനോടൊപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാക്ടറി കോസ്റ്റിലെ വർക്ക്സ് കോസ്റ്റിലോട്ട് എത്താൻ പറ്റുന്നത്. ഫാക്ടറി കോസ്റ്റ് ഓഫ് വർക്ക്സ് കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് കൂടെ ചേർക്കുമ്പോൾ അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആവും. ഓക്കെ, അപ്പോൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എല്ലാം ചേർത്തു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. ഇനി ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആക്കണമെങ്കിൽ, ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലോട്ട് എത്തണമെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ചെയ്തു. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെയാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് നമ്മൾ ആഡ് ചെയ്യും, അതായത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ്. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് ആവും. പിന്നെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് 20% ഓൺ സെയിൽസ് ഓർ 25% ഓൺ കോസ്റ്റ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം പെർസെൻറ്റേജ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്. പ്രോഫിറ്റ് 20% ഓൺ സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസിൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതിനൊരു ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ 20% ഓൺ സെയിൽസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഈ 20% ഓൺ സെയിൽസ് എന്ന് പറയുന്നത് 25% ഓൺ കോസ്റ്റ് ആണ്. അത് നമ്മൾ പഠിച്ചു വയ്ക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ 20% എന്ന് വെച്ചാൽ 1/5 ആണ്. 1/5 ഓൺ സെയിൽ. 1/5 ഓൺ സെയിൽ ആണെങ്കിൽ കോസ്റ്റ് വരുമ്പോഴത്തേക്കും 1/4 ഓൺ കോസ്റ്റ് ആയിരിക്കും. എപ്പോഴും നമ്മളെപ്പോഴും ഒരു നമ്പർ ബാക്കിലോട്ടായിരിക്കും നമ്മുടെ കോസ്റ്റിൽ നമുക്ക് ഫ്രാക്ഷനിൽ വരുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഫ്രാക്ഷനെ 100 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പെർസെൻറ്റേജ് അറിയാനായിട്ട് പറ്റും, എത്ര പെർസെൻറ്റേജ് ആണെന്ന്. അല്ലെങ്കിൽ ഈ 20/100 ഫ്രാക്ഷൻ ആക്കുക. അപ്പോൾ അത് നമുക്ക് 1/5 കിട്ടും. ഓക്കെ, 1/5 കിട്ടും ഇന്നെ ഫ്രാക്ഷൻ ആക്കുമ്പോഴത്തേക്കും. അപ്പോൾ ആ ഒരു 1/5 എന്ന് പറയുന്നത് സെയിൽസിലാണെങ്കിൽ അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഫ്രാക്ഷൻ, അതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ, അതിൻ്റെ ഡിനോമിനേറ്ററിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാലും മതി.